നെക്സ്റ്റ് ടോപ്പിക് വേവ് ഫംഗ്ഷൻ. അപ്പം ഈ ഒരു സെക്ഷൻ മുതലാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഡെറിവേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. സോ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ. വേവ് ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ വേവ് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞു. എനി വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഫംഗ്ഷൻ കോൾഡ് വേവ് ഫംഗ്ഷൻ. അല്ലെ, ഏതൊരു വേവിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് വേവ് ഫംഗ്ഷൻ. സൈ ഓഫ് ആർ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വേവ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷനാണ് സൈ ഓഫ് ആർ ടി. ആർ ഈസ് എ പൊസിഷൻ ആൻഡ് ടി ഈസ് എ ടൈം. അല്ലേ, സോ എനി വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഫംഗ്ഷൻ കോൾഡ് വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് represented by the symbol psi of rt. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? വേവ് ഫംഗ്ഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the quantity that makes periodic changes with the wave is known as wave function. വേവ് മൂവ് ചെയ്യുമ്പോൾ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൗണ്ട് വേവ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. സൗണ്ട് വേവ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? ചില റീജിയനിൽ ഹൈ പ്രഷർ ആയിരിക്കും, ചില റീജിയനിൽ ലോ പ്രഷർ ആയിരിക്കും. എഗെയിൻ ഹൈ പ്രഷർ, എഗെയിൻ ലോ പ്രഷർ. അല്ലേ, അപ്പോൾ വാരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്? പ്രഷറാണ്. സൗണ്ട് വേവ് മൂവ് ചെയ്യുമ്പം അവിടെ വാരി ചെയ്യുന്നത്, പീരിയോഡിക്കായിട്ട് വാരി ചെയ്യുന്നത് പ്രഷറാണ്. സോ പ്രഷറാണ് ആ ഒരു കേസിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ, ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് വിചാരിക്കൂ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും അതാണ് അവിടെ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ അതാണ് അവിടുത്തെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, സോ എ ക്വാണ്ടിറ്റി ദാറ്റ് മേക്സ് പീരിയോഡിക് ചേഞ്ചസ് വിത്ത് ദ വേവ് ഈസ് നോൺ ആസ് വേവ് ഫംഗ്ഷൻ. വേവ് മൂവ് ചെയ്യുമ്പോൾ പീരിയോഡിക്കായിട്ട് എന്താണോ ചേഞ്ച് ചെയ്യുന്നത് അതിനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി വേവ് ഫംഗ്ഷന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ characteristics of wave function, and the first one continuous and single valued function. Wave function എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും ആൻഡ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ മാത്സിൽ എന്തെങ്കിലും കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലക്സ് ഇൻ നേച്ചർ. അപ്പം കോംപ്ലക്സ് വാല്യൂസ് എ പ്ലസ് ഐ ബി അങ്ങനെയൊക്കെ ഫോർമാറ്റൊക്കെ വരാറുണ്ട്. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും വേവ് ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ വേവ് എവിടെയാണ് അതിൻ്റെ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വേവ് ഫംഗ്ഷനാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ സിസ്റ്റം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഇനി എവിടെ അത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സിസ്റ്റം എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് ടൈമിൽ എവിടെയായിരിക്കും ആ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുക. പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ ഓൾസോ ഗിവൺ ബൈ ദ വേവ് ഫംഗ്ഷൻ. അതും പ്രൊവൈഡ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഫംഗ്ഷൻ സൈ ഓഫ് ആർ ടി. ഓൾറെഡി പറഞ്ഞു, ആർ ഈസ് എ പൊസിഷൻ ആൻഡ് ടി ഈസ് ദ ടൈം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. പ്രോബബിലിറ്റി ദാറ്റ് ക്യാൻ ബി നോർമലൈസ്ഡ്. നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റിയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോർമലൈസ്ഡ് എന്നുള്ളതിൻ്റെ മീനിങ്? നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് നോർമലൈസേഷൻ കണ്ടീഷൻ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈ ഓഫ് ആർ ടി സൈ സ്റ്റാർ ഓഫ് ആർ ടി ഡി ടോ ഈസ് ഈക്വൽ ടു 1 ഇഫ് ദർ ഈസ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ. ഇൻ്റഗ്രൽ സൈ ഓഫ് ആർ ടി സൈ സ്റ്റാർ ഓഫ് ആർ ടി ഡി ടോ ഈസ് ഈക്വൽ ടു 0 ഇഫ് നോ പാർട്ടിക്കിൾ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനെയാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽ സൈ ഓഫ് ആർ ടി സൈ സ്റ്റാർ ഓഫ് ആർ ടി ഡി ടോ ഈസ് ഈക്വൽ ടു 1 ഇഫ് പാർട്ടിക്കിൾ. അതായത് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. ഈ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേവിൻ്റെ വേവ് ഫംഗ്ഷനാണ്. സൈ സ്റ്റാർ ഓഫ് ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഓഫ് വേവ് ഫംഗ്ഷൻ. കോംപ്ലക്സ് ഓഫ് സൈ ഓഫ് ആർ ടിയെയാണ് സൈ സ്റ്റാർ ഓഫ് ആർ ടി എന്ന് പറയാം. അപ്പം എ പ്ലസ് ഐ ബി ആണെങ്കിൽ കോംപ്ലക്സ് എങ്ങനെ എടുക്കണം? എ മൈനസ് ഐ ബി എന്നുള്ളതാണ് കോംപ്ലക്സ്. അപ്പോൾ ഏത് ഫംഗ്ഷനാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കോംപ്ലക്സ് ആണ് സൈ ഓഫ് ആർ ടി. ഇനി വേണ്ടത് ഡി ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഒക്കെ വേണം. സോ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡിനെയാണ് ഡി ടോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് വോളിയം എലമെൻറ്റ്.
Okay, so integral psi of rt psi star of rt d tau is equal to 1 if there is particle. Integral psi of rt psi star of rt d tau is equal to 0 if no particle. This two condition is normalization. അപ്പോൾ അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റി ആണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് കോംപ്ലെക്സ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി എവിടെ ആ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ആൻഡ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് സൈ ഓഫ് ആർ ടി എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ്. നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണെന്ന് കൂടി പറഞ്ഞു. ഇതിനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കാനുള്ള ഒരു പോയിൻറ്റ്, സൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ ആണ് എന്നുള്ള ഒരു വാല്യൂ റിസൾട്ട് കൂടി ഇനി ആവശ്യം വരും. സോ സൈ ഇൻറ്റു സൈ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് സൈ സ്ക്വയർ കിട്ടും. സോ ദിസ് അബൌട്ട് വേവ് ഫംഗ്ഷൻ.